റമദാനാണെങ്കിലും റമദാനല്ലേ റസൂലുള്ളാഹിൻ്റെ മദ്, റസൂലുള്ളാഹിൻ്റെ മാസം എല്ലാ മാസമാണ്. റബീഉൽ അവ്വൽ മാത്രമല്ല മുത്ത് റസൂലുള്ളാഹിൻ്റെ മാസം. റബീഉൽ ആഖിറും ജമാദുൽ അവ്വൽ ജമാദുൽ ആഖിറും എല്ലാ സെക്കൻഡിലും മുത്തുനബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ നൂറ് കൊണ്ടാണ് ഈ ലോകം മുഴുവനും വർക്ക് ചെയ്തത്. നൂഹ് നബിക്ക് അവസാനം സലാമത്ത് കിട്ടിയത് റസൂലുള്ളാഹിൻ്റെ നൂറുള്ളത് കൊണ്ടാണ്. ഇബ്രാഹിം നബി രക്ഷപ്പെട്ടത് റസൂലുള്ളാഹിൻ്റെ നൂറ് കൊണ്ടാണ്. എല്ലാവർക്കും യൂനുസ് നബി മത്സ്യത്തിൻ്റെ വയറ്റിൽ രക്ഷപ്പെട്ടത് റസൂലുള്ളാഹിൻ്റെ നൂറ് കൊണ്ടാണ്. മൂസാ നബിക്ക് അള്ളാഹുവിൻ്റെ നൂറ് തജല്ലിയാത്ത് കിട്ടിയത് റസൂലുള്ളാഹിൻ്റെ നൂറ് കൊണ്ടാണ്. എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തുമുള്ള മഹാനൂറാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ അവിടുത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് റമദാൻ 27-നും റസൂലുള്ളാഹിനെയാണ് ഓർമ്മ വരിക. റജബ് 27-നും റസൂലുള്ളാഹിനെയോട് ഓർമ്മ വരിക. മുഹറം 10-നും റസൂലുള്ളാഹിനെയാണ് ഓർമ്മ വരിക. എല്ലാ വിശേഷാൽ ദിവസങ്ങളും പെരുന്നാളിൻ്റെ അന്നും മുത്തുനബിയാണ് ഓർമ്മ വരിക സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതുകൊണ്ട് റമദാനിലും ഹബീബിൻ്റെ മദ്ഹ് ഒഴിവാക്കിയൊരു പരിപാടി നമുക്കില്ല. അവിടുത്തേതാണ് ഇതെല്ലാം, എല്ലാം അവിടുത്തേതാണ്.